ഗുഡ് ഫുഡ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ജെനുവൻ ഹാപ്പിനെസ്. നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്നവാ നമുക്കൊരു ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയിട്ട് വരാം. ഇറ്റ്സ് എ ജെനുവൻ ഫുഡ്. സോ വി വിൽ സ്റ്റാർട്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസ് മാത്രമാണ് നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഡ്രാഗൺ ചിക്കന് വേണ്ടി നമ്മൾ നീളത്തിലാണ് ചിക്കൻ മുറിച്ചെടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. മാരിനേറ്റ് ചെയ്ത ശേഷം 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നല്ലപോലെ കുരുമുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിനുശേഷം ഒരു ബൗൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു മുട്ട കൂടെ ചേർക്കുന്നുണ്ട്. മുട്ട കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ലൂസ് ബാറ്റർ ആക്കിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിൽ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ബാക്കി ചേരുവകൾ ഉണക്കമുളക് 3 എണ്ണം ചേർത്ത് അരിഞ്ഞത്, കശുവണ്ടിപ്പരിപ്പ്, 3 അല്ലി വെളുത്തുള്ളി, 1 സവാള സ്ലൈസ് ചെയ്തത്, 1 ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തത്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കുക, കുക്കിംഗ് ഓയിൽ. അതിലേക്ക് നട്ട്സ് ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ നല്ലപോലെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഉണക്കമുളക്, സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. നന്നായി വഴന്ന് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും, 1 ടീസ്പൂൺ സോയാ സോസും, 2 ടീസ്പൂൺ പഞ്ചസാരയും, 1 ടീസ്പൂൺ ഉപ്പും, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ക്യാപ്സിക്കവും ചേർത്ത് ഒരു 15 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് കുറുകി കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. എളുപ്പത്തിൽ കഴിഞ്ഞു. നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് സാധാരണ ഇത് കഴിക്കാം. പക്ഷെ നമുക്ക് വീട്ടിലും എളുപ്പത്തിൽ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കണം. നമ്മളിതാ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് വെളുത്ത എള്ള് അല്ലെങ്കിൽ സെസമൈഡ് എന്ന് പറയും, അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.